തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോഴാണ് അമേഠി സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നത്. പക്ഷെ അപ്പോഴും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അമേഠിയിൽ കൃത്യമായ നിലപാട് പറയാതിരിക്കാൻ അങ്ങേയറ്റം ജാഗ്രത കാണിക്കുന്നുണ്ട് കോൺഗ്രസ്. വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ പതാക ഒഴിവാക്കലിന്റെ റൂട്ടും രണ്ടും ജയിച്ചാൽ ഒഴിവാക്കുന്ന മണ്ഡലം വയനാടാണെന്ന സത്യവുമൊക്കെയും പൊതുമണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കി നിർത്താനായി കോൺഗ്രസിന്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് മുൻപേ ഓരോന്നോരോന്നായി പാളിയ കനകുലു തന്ത്രം പക്ഷേ അതിന്റെ പാരമ്യതയിൽ വിജയിച്ചിരിക്കുന്നു അമേഠി മൗനത്തിലൂടെ. അമേഠി എവിടെ എന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മിണ്ടാതിരുന്നത് എങ്ങാനും മിണ്ടിയാൽ അത് കേരളത്തിൽ തിരിച്ചടിയാകും എന്ന് ഭയന്നിട്ടാണോ? കേരളത്തിന് ശേഷം പ്രഖ്യാപനം എന്നതാണ് പുതിയ തീരുമാനം. പക്ഷേ 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ അമേഠിയിലെ അവസാനവട്ട ഓട്ടപ്പാച്ചിൽ കൊണ്ട് മാത്രം കോൺഗ്രസിനാകുമോ? അവസാന നിമിഷത്തെ സിനിമാ സ്റ്റൈൽ എൻട്രിയിലൂടെ ബിജെപിയുടെ മർമ്മത്ത് തന്നെ അടിക്കുക എന്നതാണോ കോൺഗ്രസ് ലക്ഷ്യം? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു എന്താണ് കോൺഗ്രസിന്റെ അമേഠി പ്ലാൻ. ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് ഡോക്ടർ എ സമ്പത്ത് CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ BJP നേതാവ് എന്നിവരാണ്. ശ്രീ റോണി കെ ബേബി, അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് BJP സ്പോൺസേർഡ് ചോദ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും മത്സര സാധ്യത പൂർണ്ണമായും തള്ളുന്നില്ല രാഹുൽ ഗാന്ധി. നല്ലത് തന്നെ. പക്ഷെ നോക്കൂ, ആ നിലപാടിൽ ഒരു വൈരുദ്ധ്യമോ വ്യക്തത കുറവോ ഒക്കെ ഇല്ലേ? തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി. പക്ഷേ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുന്നത് ആത്യന്തികമായി രാഹുലും സോണിയും ഒക്കെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അമേഠിയിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണോ ആത്യന്തികമായ ലക്ഷ്യം? നമുക്കറിയാം, ഇന്ത്യയില് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 7 ഘട്ടങ്ങളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. 19-ാം തീയതിയാണ് ആദ്യത്തെ റൗണ്ട് തെരഞ്ഞെടുപ്പ്. അമേഠി ഉൾപ്പെടെ ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മെയ് മാസത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന നിയോജകമണ്ഡലങ്ങളിലാണ്, കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ്. അങ്ങനെയാണ് വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി, വയനാട്ടിലെ സിറ്റിംഗ് MP ആണ്. കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് MP-മാർക്ക് എല്ലാവർക്കും തന്നെ സീറ്റ് നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് MP ആണ്. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നു. മറ്റു ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം കോൺഗ്രസിന് ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. കാരണം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൂർണ്ണമായും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. BJP അവരുടെ സീറ്റുകളിൽ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും, കാരണം ഇപ്പോൾ ആ ഒരു ചോദ്യത്തിന് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട്. കാരണം ആ ഒരു വിഷയത്തിലേക്ക്, കാരണം തീർച്ചയായിട്ടും റായ്ബറേലിയിലും അമേഠിയിലും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാവും. അതിനകത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ അതിനകത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുമല്ലോ പ്രഖ്യാപിച്ചേ തീരൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്, പക്ഷേ അമേഠി പോലൊരു മണ്ഡലത്തിൽ അതിപ്പോൾ മെയ് മാസം പകുതിയോടുകൂടി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ഈ ചുരുങ്ങിയ സമയം മതിയോ? കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അങ്ങനെ തന്നെയാണോ? ഇപ്പോൾ ചർച്ചകളിൽ പ്രതിരോധം തീർക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കത് പറയാം. പക്ഷേ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാകും എന്നുള്ളതിൽ തർക്കമില്ല. സ്മൃതി ഇറാനി ഈ കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്നാണ് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചത്. അവിടെ തന്നെ രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അടിത്തറ അവിടെ അത്രമാത്രം ശക്തമാണ് എന്നുറച്ച ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ യാഥാർത്ഥ്യം മൂടി വെച്ചുകൊണ്ടല്ല. കാരണം 80-കളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിൽക്കുന്നത്. എങ്കിലും ഇപ്പോഴും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും 50-60 ലക്ഷം വോട്ടുകളൊക്കെ പിടിക്കുവാനുള്ള ഒരു സംവിധാനം കോൺഗ്രസിനുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു വിന്നബിലിറ്റിയിലേക്ക്, പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് 2009 എന്ന് വെച്ചാൽ അത്ര വിദൂര ഇതൊന്നുമല്ല. 2015 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് 21 സീറ്റ് നേടി. അന്ന് കോൺഗ്രസിന് എഴുതി തള്ളിയതാണ് ഉത്തർപ്രദേശിലെ പരമ്പരാഗത BJP-യുടെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ കോട്ടകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് വിജയിച്ചുകൊണ്ട് 21-22 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും ഞങ്ങൾക്ക് അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും, അമേഠി, റായ്ബറേലി ഉൾപ്പെടെയുള്ള ബെൽറ്റ് എന്ന് പറയുന്നത്, ഈവൻ ഈ മോദി മത്സരിക്കുന്ന വാരണാസി കോൺസ്റ്റിറ്റ്യുവൻസി പോലും കോൺഗ്രസ് അവിടെ മത്സരിച്ചാൽ പോലും ഒരു 2 ലക്ഷം വോട്ടിന് മുകളിൽ കോൺഗ്രസ് ഇന്നും സ്വന്തമായി
പിന്നെ മണ്ഡലമാണ് ഈ ഇവിടെ വാരണാസി നമ്മൾ മധുര താരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം നമ്മൾ അമേഠിയെ കുറിച്ചും വയനാടിനെ കുറിച്ചും പറയുന്നു. വയനാടിനൊപ്പം തന്നെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും ഒടുവിലായി നമ്മൾ ഉയർന്നു കേട്ട മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കൽ വിവാദമടക്കം ഈ നിലയിലായിരിക്കുമോ കേരളം ചർച്ച ചെയ്തത്? അങ്ങനെയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അത്തരം വിവാദങ്ങൾ ഒഴിവാക്കി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിലില്ലേ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറെക്കുറെ കാര്യങ്ങൾ സേഫ് ആണ്. ഒരു ഉത്തരേന്ത്യൻ നറേറ്റീവിലേക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് പോകാം. അതല്ലേ ശരിക്കും കാരണം? ഇപ്പോൾ കോൺഗ്രസിന്റെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അത് ഞങ്ങൾ തുറന്നു തന്നെ പറയുക, അത് ഞങ്ങൾ വാർ റൂമിലുള്ള ചർച്ചകളിലൊക്കെ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിന്റെ പൂർണ്ണമായ ശ്രദ്ധ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് ചില നിഷ്കളങ്കമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്നും കണ്ടുപോകരുത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 7 റൗണ്ടുകളായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക്, കോൺഗ്രസിന് സ്വാധീനമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അടുത്ത ദിവസം തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ആദ്യമേ തെരഞ്ഞെടുപ്പ് നടക്കുക മുഴുവൻ സീറ്റുകളിലേക്കും. അത് കഴിഞ്ഞ് കേരളം വരുന്നു. 3ാം ഘട്ടം 4ാം ഘട്ടം ഒക്കെ കഴിഞ്ഞ് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവിടെ മോദി ഇപ്പോൾ വളരെ സൈലന്റ് ആയി നിൽക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 3-4 ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചിത്രവും കേന്ദ്രീകരിക്കുമ്പോൾ ഇവർ വലിയ ഫയർ ബ്രാൻഡ് ക്യാമ്പയിനുമായിട്ട് മോദിയും സംഘപരിവാറും BJP ഒക്കെ കുത്തിവെട്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ, കോൺഗ്രസിന്റെ പൂർണ്ണമായ ശ്രദ്ധ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ. കാരണം ഇവിടെ നിന്നും കൂടുതൽ സീറ്റുകൾ നേടിയാൽ മാത്രമേ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും നീങ്ങുന്ന സമയത്തെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഈ ഘട്ടത്തിൽ ദക്ഷിണേന്ത്യക്കൊപ്പം അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാനാകില്ല. ഈ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ കോൺഗ്രസ് നിലപാട്. അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിക്കുക അത് കേരളത്തിലാകും. അപ്പോൾ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സേഫ് ആണ്. BJP ഉയർത്തുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സ് അതുപോലെ ഉയർത്താം നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ. അതാണോ ഈ വൈകലിന് കാരണം എന്നുള്ളതാണ് ലളിതമായ ചോദ്യം. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ നേതാവാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ 543 നിയോജകമണ്ഡലങ്ങളിലും കോൺസ്റ്റിറ്റ്യൂവൻസികളിലും മത്സരിക്കുവാൻ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇനി മറ്റേതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂവൻസിയിൽ മത്സരിച്ചു എന്നതുകൊണ്ട് അത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റുമെന്നോ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചിന്തിക്കുമെന്നോ എന്നും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ബാലിശമാണ്. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഒരു MP ആകാൻ വേണ്ടി മാത്രമല്ല മത്സരിക്കുന്നത് എന്ന് വയനാട്ടിലുള്ള കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് അറിയാം. രാഹുൽ ഗാന്ധി പോരാടുന്നത് എനിക്ക് എത്തേണ്ടിയിരുന്നത്. താങ്കൾ അതിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അതിലേക്ക് വിശദമായി 2ാം ഘട്ടത്തിൽ ചർച്ചയിലേക്ക് എത്താം. ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യൻ പൊളിറ്റിക്സും ദക്ഷിണേന്ത്യൻ പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു സംഘട്ടനമുണ്ട്. ഇവിടെ എടുക്കുന്ന നിലപാടുകൾ അവിടെ തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം തിരിച്ചും. ഇപ്പോൾ ഈ കൊടി വിവാദം പോലും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. കോൺഗ്രസ് രാജ്യത്താകമാനം സ്വീകരിക്കുന്ന ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സുഗമമായി അവർക്ക് നീട്ടിക്കൊണ്ടു പോകാനും അതിനുശേഷം ഉത്തരേന്ത്യൻ നറേറ്റീവിലേക്ക് മാറാനും സാധ്യമല്ലേ? അതല്ലേ ഇപ്പോൾ സ്വീകരിക്കുന്ന ലൈൻ? നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ പരമാധികാര സഭയിലേക്ക്, ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്ക് നടക്കുന്നതായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ അങ്ങനെ ഒറ്റക്കെട്ടായി ഒരേ കൊടിയിൽ, ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരുമിച്ചാണോ? അല്ലല്ലോ. NDAയും അങ്ങനെ അല്ല. ഞാനീ പറഞ്ഞത് പഞ്ചാബിൽ അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, അതുപോലെ തന്നെ ഒറീസയിൽ അങ്ങനെയല്ല, മറ്റ് ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഷയമുണ്ട്. ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ 1 സീറ്റ് 1 കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടില്ല. ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975, അത് 77-ൽ അതിൻ്റെ ഒരു റിലാക്സേഷൻ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ദിരാഗാന്ധിക്കെതിരായി അത്തരത്തിലൊരു വലിയ ഒരു ജനകീയ ചെറുത്തുനിൽപ്പ് അങ്ങനെ നടക്കുന്ന വേളയിൽ പോലും അതുണ്ടായില്ല. രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളെല്ലാം വന്നതിന് ശേഷം 1989-ലെ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ, ഞാനിപ്പോൾ ഇത് പറയുന്ന പ്രൊഫസർ റോണി എന്നോട് അങ്ങനെ കലഹിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ്. ഒരു 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 പദപ്രയോഗം ഞാനത് പറഞ്ഞോട്ടെ, ഡിച്ചിങ് അമേത്തി ആൻഡ് റീച്ചിങ് വയനാട് എന്നുള്ളത്.
ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള BJP-ക്കാർ അവർ നേതാക്കളെല്ലാം പറയാറ്, വക്താക്കളെല്ലാം പറയാറ് അമേരിക്കയിൽ നിന്നെല്ലാം അങ്ങനെ അഭയാർത്ഥിയെ പോലെ കേരളത്തിലേക്ക് വന്നു എന്നുള്ളതിലേക്ക് ഞാൻ ആ പദപ്രയോഗം ഉപയോഗിക്കുകയല്ല കേട്ടോ, അവർ അങ്ങനെ പറയുന്നതിൻ്റെ. സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 20-ൽ 18 UDF വിജയിച്ച കാലത്ത്, അങ്ങനെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ ഗാന്ധി വന്നപ്പോൾ സഖാവ് പിണറായി വിജയൻ ചോദിച്ചു, ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്? ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്? ഇവിടെ ഒരു മതനിരപേക്ഷ പാർട്ടി, ഇടതുപക്ഷ മതനിരപേക്ഷ പാർട്ടി, കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, നേരത്തെ പ്രൊഫസർ റോണി തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്പർ 1 നേതാവാണ്. ഇനി ആര് പ്രസിഡൻ്റ് ആയിരുന്നാലും ആര് ജനറൽ സെക്രട്ടറി ആയിരുന്നാലും നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു നമ്മൾ ഡിഫാക്റ്റോ ഡി ജൂറെ എന്നൊക്കെ ഞങ്ങൾ വക്കീലന്മാരുടെ ഭാഷയിൽ പറയുന്നത് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് നൽകാൻ കഴിയുന്ന സന്ദേശം അത്തരത്തിലാണോ നൽകാനായി കഴിഞ്ഞത്? ഇപ്പോൾ ഇത് മാത്രമല്ല സീത, ഒരു കാര്യം, ഇപ്പോൾ ആലപ്പുഴയിൽ ശ്രീ ആരിഫിനെതിരായി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി മത്സരിക്കുന്നു. നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അപ്പോൾ നിലവിൽ രാജ്യസഭാംഗമായിരിക്കുന്ന ഒരാൾ ഇനി ഒരു മതനിരപേക്ഷ സഖ്യം, കോൺഗ്രസ് കൂടിയുള്ള ഒരു മതനിരപേക്ഷ സഖ്യം, അതിൽ ഒരു പക്ഷേ ഒരാൾക്ക് മന്ത്രി ആയാൽ തന്നെ അത്തരത്തിൽ, ദേവഗൗഡ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്, മന്ത്രി ആയാൽ തന്നെ പ്രധാനമന്ത്രി ആയാൽ പോലും 6 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മതി. എങ്ങനെ ഈ പറയുന്ന ഏതെങ്കിലും ഐദർ എനി ഓഫ് ദ ഹൗസസ്, ഏതാ ഇതിലെ ഈ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യസഭയിലോ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആയിട്ടുള്ള ലോക്സഭയിലോ. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ കോൺഗ്രസ് ഇങ്ങനെയാണോ കാണേണ്ടത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഏതാണ്ട് ഒരു 8 കൊല്ലത്തിനപ്പുറം 8 കൊല്ലത്തോളമായി കാണും, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വാസ്തവത്തിൽ അവിടെ BJP-ക്കെതിരായിട്ടുള്ളൊരു വലിയ വികാരമുണ്ടായിരുന്നു എന്നുള്ളതും, അത് വേണമെങ്കിൽ അത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമായിരുന്നു. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റേതായ ഫീഡ്ബാക്ക് കിട്ടിയില്ല, അവർ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായി എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഈ വിജയിച്ചതായ തങ്ങളുടെ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു എന്നുള്ളത്, തട്ടിത്തെറിപ്പിക്കപ്പെട്ടത് അപ്പുറത്ത് BJP അങ്ങനെ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ചു എന്ന് മാത്രം പറയേണ്ടതില്ല. സ്വന്തം അണികളിൽ നിന്ന് സ്വന്തം MLA-മാർ, സ്വന്തം മന്ത്രിമാർ ഉൾപ്പെടെ അത്തരത്തിൽ തങ്ങളുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, ഇത് മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു, ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടു, ഗോവയിൽ ഒരു പക്ഷേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നത് ഓപ്പറേഷൻ മിഡ്നൈറ്റിലൂടെ അത് പോയി, ഇങ്ങനെ പല സംസ്ഥാനങ്ങളും, നേരത്തെ കർണാടകയിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളതിൽ വയനാട്ടിലെ റോഡ് ഷോ UDF നടത്തി. വയനാട്ടിലെ റോഡ് ഷോ നടത്തി, നമ്മളെല്ലാം റോഡ് ഷോ, ഇപ്പോൾ ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്, 3 തവണ വിജയിച്ച ഒരാളുമാണ്, 96-ലും 2009-ലും 2014-ലും. നമ്മൾ ആ റോഡ് ഷോയിൽ എല്ലാ ഘടകകക്ഷികളുടെയും കൊടികളുണ്ടാവും, പതാകകളുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാം പതിവ് രീതി. എന്തായിരുന്നു വയനാട്ടിലെ അവസ്ഥ? വയനാട്ടിൽ കൊടി, അവിടെ ലീഗിൻ്റെ കൊടി വെച്ചാൽ അത് വടക്കേ ഇന്ത്യയിൽ പ്രശ്നമാണ്. കഴിഞ്ഞ തവണ ഇത് പ്രശ്നമാക്കി BJP എന്നുള്ളത് കൊണ്ട്, അത് BJP-യുടെ തന്ത്രമാണ്. BJP-യുടെ തന്ത്രത്തെ ഭയപ്പെടുകയാണ്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഫുഡ് സോൾജേഴ്സായി അത്തരത്തിലുള്ള കോൺഗ്രസ്സിന് പ്രവർത്തനം നടത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ കൊടി വെച്ചാൽ, പതാക വെച്ചാൽ അപകടമാണ് എന്നുള്ള നിലയിലേക്ക്, അതുകൊണ്ടെന്താ കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാനിത് പറഞ്ഞത് വാണി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് ഷോ നടക്കുമ്പോൾ CPIM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ട് പറയുകയുണ്ടായി, പച്ചക്കൊടി ഉണ്ടായിരുന്നു, ചുവന്ന കൊടി ഉണ്ടായിരുന്നു, വെള്ളയും ചുവപ്പുള്ള കൊടി ഉണ്ടായിരുന്നു, മറ്റ് പല വർണ്ണങ്ങളിലുള്ള കൊടികളുണ്ടായിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളുടെ. INL ഞങ്ങളുടെ മുന്നണിയിലെ ആത്മാഭിമാനമുള്ള പാർട്ടിയാണ് എന്ന് പറയുകയുണ്ടായി. ഒന്നും അവിടെ ഈ മറച്ചു വെച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെപ്പറ്റി അവിടെ എന്തു പറയുമെന്നുള്ളത് വെച്ചുകൊണ്ടല്ല. ഇവിടെ വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച്, ഇനിയിപ്പോൾ അത് അമേഠിയിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കുക, അതെല്ലാം കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശവും നടത്താനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ BJP-ക്കെതിരായിട്ടുള്ള, BJP-യുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്നുള്ളത്, BJP എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷിയല്ലാത്ത RSS ആണ് ഇന്ന് BJP-യെ നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമല്ല, BJP-യുടെ കുപ്പായം മാത്രമാണുള്ളത്.
അതിൻ്റെ ശരീരവും അതിൻ്റെ ജീവനുമെല്ലാം RSS എന്ന ഒരു സംഘടന, അതിൻ്റെ മെമ്പർഷിപ്പ് പോലും കണ്ടെത്താൻ കഴിയില്ല. ആര് എവിടെ എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ പലപ്പോഴും അത് കൃത്യമായി നേതൃത്വത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അത് ലോകത്തിലെ പല രാഷ്ട്രങ്ങളുടെയും ഒരു വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ വർഗീയ സംഘടനകളിലും ഒരു ഭാഗത്ത് RSS ഉണ്ടായിരുന്നു. ഇവർക്കെതിരായിട്ടുള്ള നിലപാട് ധീരമായി സ്വീകരിച്ചിട്ടുള്ളത് കേരളമാണ്, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, അതുകൊണ്ടാണ് മധ്യപ്രദേശിലെ ഒരു RSS നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലയ്ക്ക് 2 കോടി രൂപ വിലയിട്ട് കൊണ്ടുള്ള പ്രഖ്യാപനം പൊതുയോഗത്തിൽ നടത്തിയത്. ഓർമ്മയില്ലേ ഇതൊന്നും? അതെ, തീർച്ചയായും അതാണ് ശ്രീ സമ്പത്തിന്റെ പോയിന്റ്. ശ്രീ കൃഷ്ണദാസ്, BJPയുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം. സ്മൃതി ഇറാനി തന്നെ വയനാട്ടിൽ വന്നത് പറയുന്നു എന്നാണ് പത്രിക സമർപ്പിക്കുന്ന ദിവസം. അപ്പോൾ അതിന് മറ്റൊരു പൊളിറ്റിക്കൽ മാനം കൂടിയുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJPയുടെ വെല്ലുവിളി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയാണ്. അല്ല, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അതിനു മുൻപ് അദ്ദേഹം അവിടെ MP ആയിരുന്നു. കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും ജയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വയനാട്ടിലും പരാജയഭീതി ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അമേഠിയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് രാഷ്ട്രീയപരമായി തെറ്റ് കാണേണ്ട കാര്യവുമല്ല. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും അവകാശവും എല്ലാം കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ അമേഠിയിൽ നിന്ന് കഴിഞ്ഞ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അമേഠിയിൽ പരാജയപ്പെടാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് MP സ്ഥാനം നിലനിർത്തണമെങ്കിൽ കേരളം പോലെ വയനാട് പോലെ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള ഒരു മണ്ഡലം സ്വാഭാവികമായും തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുന്നു, അവിടെ മത്സരിക്കുന്നു. ഈ തവണ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അമേഠിയിൽ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഞാൻ ആ കാര്യങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രകടനം നടക്കുമ്പോൾ, അവരുടെ റാലി നടക്കുമ്പോൾ അവിടെ പതാകകൾ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് LDFൻ്റെ പ്രതിനിധികൾ പലപ്പോഴും ഈ ചർച്ചയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഞാനതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് അസിത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ നോക്കിക്കോളൂ. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭരണത്തിൽ പങ്കാളിയായിരുന്ന CPI, അതായത് ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് CPI. ആ CPI മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPIക്ക് ഒരു MP പോലും ജയിച്ചു വരരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വയനാട്ടിൽ അവരുടെ ദേശീയ നേതാവ് തന്നെ മത്സരിക്കാൻ, ദേശീയ സെക്രട്ടറിയുടെ ഭാര്യയും ദേശീയ നേതാവ് അവരുടെ സിറ്റിംഗ് MPമാരാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ CPIയെ പരാജയപ്പെടുത്തുക, ആ ലോജിക്ക് എങ്ങനെ ശരിയാകും? അല്ല, അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ പ്രതാപൻ മത്സരിക്കണ്ടേ? സിറ്റിംഗ് സീറ്റുകളിൽ എല്ലായിടത്തും ഞങ്ങൾ MPമാർക്ക് സീറ്റ് കൊടുത്തു. ഞാനൊന്ന് പറയട്ടെ, അല്ല ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ഞാൻ എൻ്റെ ഭാഗമൊന്ന് പറയട്ടെ. അത് തൃശ്ശൂരിലെ ഒരു സൂചന മാത്രമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂരിലെ ചർച്ചയ്ക്ക് ശേഷം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പച്ചക്കൊടി മാത്രമല്ലല്ലോ, മുസ്ലിം ലീഗിൻ്റെ കൊടി മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൊടി തന്നെ ഒഴിവാക്കി. അപ്പോൾ കോൺഗ്രസിൻ്റെ കൊടി ഒഴിവാക്കണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. ആ രാഷ്ട്രീയം ഞാൻ കാണുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ CPMൻ്റേതടക്കമുള്ള വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചാൽ മാത്രമേ ഈ തവണ കോൺഗ്രസിന് ജയിക്കാൻ കഴിയൂ വയനാട്ടിൽ എന്നുള്ള രാഷ്ട്രീയം അവർ മനസ്സിലാക്കിയാണ്. അങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിച്ചാൽ കഴിയില്ല. കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ വോട്ടുകൾ CPI മത്സരിക്കുന്ന മണ്ഡലത്തിൽ കിട്ടുക എന്നുള്ള യാഥാർത്ഥ്യ ബോധം അവർക്ക് രാഷ്ട്രീയപരമായില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും CPMൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകൾ കിട്ടണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടി കൂടി ഒഴിവാക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യപരമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഇല്ലെങ്കിൽ എന്തിന് കോൺഗ്രസിൻ്റെ കൊടി ഒഴിവാക്കണം? രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ UDFൻ്റെ കൊടി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കാം, കേരള കോൺഗ്രസിൻ്റെ കൊടി ഒഴിവാക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെ കൊടി ഒഴിവാക്കാമോ? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നയാൾ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നവർ വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി, അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പതാക ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? അപ്പോൾ കോൺഗ്രസിൻ്റെ പതാക വയനാട്ടിൽ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് CPMൻ്റെ വോട്ടിനെ കണ്ണുവെച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്തിനൊഴിവാക്കണം? അപ്പോൾ
ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കി എന്ന് പ്രചരണം നടത്തുന്നതിൻ്റെ പിന്നിൽ അത് BJPയെയും അതുപോലെ തന്നെയുള്ള സംഘപരിവാർ സംഘടനകളെയും ഒന്ന് ആ കൈപ്പിടിയിൽ ഒതുക്കാം, അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടാം എന്നുള്ള LDF രാഷ്ട്രീയത്തിന്റെ ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പക്ഷേ യാഥാർത്ഥ്യത്തിൽ കോൺഗ്രസ് അവിടെ ഒഴിവാക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കിയ പശ്ചാത്തലം കഴിഞ്ഞ തവണ അതേ കൊടിയെ നിങ്ങൾ പാകിസ്ഥാൻ കൊടിയെന്ന് ആക്ഷേപിച്ചത് കൊണ്ടാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ മാത്രം കൊടി ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കോൺഗ്രസിന്റെ കൊടി കൂടി ഒഴിവാക്കുന്നു. അതാണ് സംഭവിച്ചത്. മൂലകാരണം BJP ആണ്. അസിത, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അല്ല അത് മാത്രമല്ലെന്നേ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഞാൻ അതുകൊണ്ടാണല്ലോ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിച്ചത്. അതായത് അമേഠിയിൽ ഈ തവണ വീണ്ടും മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വയനാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയ ഭീതി ഉണ്ടാകാം, അവരുടെ ചർച്ചകളിൽ ഉണ്ടാകാം, അവർ അത് കാണുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും LDFൻ്റെ വോട്ടുകൾ കൂടി കിട്ടണം, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തവണ കോൺഗ്രസിൻ്റെ കൂടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ രീതിയിലല്ലേ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്? സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ രീതിയിലല്ലേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത്? എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറേണ്ട ആളാണോ രാഹുൽ ഗാന്ധി? അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സ്റ്റാൻഡിലേക്ക് മാറിക്കൊണ്ട് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രചരണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്താണ്? എല്ലാ കക്ഷികളുടെയും വോട്ടുകൾ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതല്ലേ? ഇനി അതല്ലെങ്കിൽ ഡോക്ടർ സമ്പത്ത് അടക്കമുള്ള ആളുകൾ പറയട്ടെ, ഈ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കില്ല, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ആനി രാജയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് ധൈര്യത്തോട് പറയട്ടെ, രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തട്ടെ. അങ്ങനെ ഒരു ശ്രമം അവിടെ ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ രാഷ്ട്രീയത്തിൽ വയനാട്ടിൽ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMൻ്റെ അല്ലെങ്കിൽ CPIയുടെ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗങ്ങളുണ്ടെങ്കിൽ, CPMൻ്റെ അനുഭാവ വോട്ടുകളുണ്ടെങ്കിൽ അത് തങ്ങളിലേക്ക് വരണമെന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ ഈ അവസാന സമയത്ത് വീണ്ടും മത്സരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, BJP ഉയർത്തിയ വർഗീയതയോടുള്ള നിങ്ങളുടെ സമരസപ്പെടലാണ് ഇന്ന് ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത് അങ്ങ് ഓർക്കണം. ഞാൻ വരാം റോണി കെ ബേബിയിലേക്ക്. അതിന് മുൻപ് കൃഷ്ണദാസ് പറഞ്ഞ കാര്യത്തിന് ഞാൻ സമ്പത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ മറുപടി എടുക്കുകയാണ്. സമ്പത്ത്, അപ്പോൾ ഈ കൊടി ഒഴിവാക്കുന്നതിലൂടെ CPIഎമ്മിന്റെ വോട്ടുകൾ കൂടി ഇതേ കോൺഗ്രസിലേക്ക് മറിയുന്നു, രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ മറച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. CPIയെ തന്നെ തോൽപ്പിക്കാൻ CPIഎം മുന്നിട്ടിറങ്ങുന്നു പോലും എന്നാണ് പറയുന്നത്. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങേറ്റം കെട്ടുറപ്പോടുകൂടി ഐക്യത്തോടുകൂടി ഒരു മനസ്സും ഒരു ശരീരവുമായി അത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പല ആളുകൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനകത്തൊരു ക്രാക്ക് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാനസികമായ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ ഉറ്റുനോക്കുന്നവരുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളിതുപോലെ ചർച്ചകളെല്ലാം നടത്തുന്ന വേളയിലെല്ലാം LDF ദയനീയമായി പരാജയപ്പെടും എന്ന് പറഞ്ഞവരും, നിങ്ങൾ പല നല്ല കാര്യങ്ങളും നിങ്ങൾ ചെയ്താലും, അത് ഇനി പ്രളയകാലത്തായാലും നിപ്പ വൈറസിൻ്റെ കാലത്തായാലും COVID-19 കാലത്തായാലും അങ്ങനെ ഭക്ഷ്യക്കിറ്റുകൾ കൊടുത്തതായിരുന്നാലും, നിങ്ങൾ പെൻഷൻ കൊടുത്തതായാലും, ഇനി ആളുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായി വോളണ്ടിയർമാരായി പോയതായാലും, നിങ്ങൾ ഇനി രക്തദാനം നടത്തിയതായാലും, എന്തൊക്കെ ചെയ്തിരുന്നാലും കേരളത്തിൽ 5 കൊല്ലം എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ മാറിയും തിരിഞ്ഞുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയായാലും ഇത് തന്നെയാണ് ഉണ്ടാവുക എന്ന് അത്തരത്തിൽ പറഞ്ഞ ഒരുപാട് നേതാക്കളുണ്ട്, UDFൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും. ഒപ്പം തന്നെ എങ്ങനെയായിരുന്നു, വേട്ടയാടലുകളും ഉണ്ടായിരുന്നല്ലോ, നല്ല കനത്ത വേട്ടയാടലുകൾ ഇല്ലേ? കസ്റ്റംസ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ആദായ നികുതി വകുപ്പ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ, CBI ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ ഈ പത്രങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വർത്തമാനങ്ങളുണ്ടായിരുന്നു. ഞാൻ 1 മിനിറ്റേ എടുക്കുന്നുള്ളൂ. ഒരു വലിയ കേരളത്തിലെ ഒരു ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധമുണ്ട് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു വലിയ പത്രം ഈ സെക്രട്ടേറിയറ്റിലെ ഒരു മുറിയിൽ ഷോർട്ട് സർക്യൂട്ടിലൊരു ഫാനിൽ നിന്ന് അവിടെ ഈ തീ പടർന്ന ഒരു സംഭവമുണ്ടായി. അതിന് ഒന്നാമത്തെ പുറത്തിൽ അവർ തലസ്ഥാനം കത്തുന്നു എന്നാണ്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈ ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ടല്ലോ, ക്രൂരത എന്നുള്ളത്. മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ കെട്ടുതാലി ഒന്ന് അറ്റ് കാണണം എന്നുള്ളത്, അതിങ്ങനെ മറന്നേക്ക് പുറത്തു വന്നതാണ്. ഇതെല്ലാം നടത്തിയപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കരുത്തോടുകൂടി സീറ്റുകളോടുകൂടി അധികാരത്തിലേക്ക് 2ാം ഊഴത്തിലേക്ക് വന്നു സഖാവ് പിണറായിയുടെ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക്, അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ നിതി ആയോഗിൻ്റെ നിരവധി കണക്കുകളടക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ശ്രീ കൃഷ്ണദാസിൻ്റെ നേതാക്കളോടൊക്കെ ഞാൻ ഇത്തരം ചർച്ചകളിൽ അദ്ദേഹം ഉൾപ്പെടെ ഉള്ളവരോട് ചോദിച്ചു, എന്താണ് കേരളം BJPയിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടത്?
കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന് പ്രസംഗിക്കുന്നു, പല കാര്യങ്ങളെ സംബന്ധിച്ച് വികസനത്തെ സംബന്ധിച്ച് പറയുന്നു. അത്രേ വികസനം എന്നത് അത് ജനങ്ങളുടെ അവകാശമാണ്, ഈ ഇന്ത്യയിലെ പൗരന്മാരുടെ ജന്മ അവകാശമാണ്. വികസനത്തിന് ചെലവഴിക്കുന്ന പണം എന്നുള്ളത് നമ്മൾ ഉൾപ്പെടെ നമ്മുടെ ഈ ചർച്ച കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാം നികുതി പണത്തിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് ഖജനാവിലേക്ക് വരുന്നതാണ്. അല്ലാതെ ഈ നാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ സംഭാവന പിരിച്ചിട്ടോ എല്ലാം കൊണ്ടുവന്നതിൽ നിന്ന് ഞങ്ങളുടെ ഔദാര്യം എന്നുള്ള നിലയിലേക്കല്ല. അതെല്ലാം തന്നെ ഖജനാവിലെ പണം തന്നെ. ഏത് ഗവൺമെൻറ് ആയിരുന്നാലും, അത് യൂണിയൻ ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നാലും അത് താഴെത്തട്ട് വരെ ഗ്രാമപഞ്ചായത്ത് തലത്തിലായിരുന്നാലും ശരി, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മുമ്പ് ശൂന്യതയും ഞങ്ങൾക്ക് ശേഷം പ്രളയവും എന്നുള്ള നിലയിലേക്കും, അത് മാത്രമല്ല വല്ലാതെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ആ കാര്യങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്. എങ്ങനെയാണ് എല്ലാം ഞാൻ മാത്രം എന്നുള്ള നിലയിലേക്ക്. മുമ്പ് ഇന്ദിര എന്നാൽ ഇന്ത്യയാണ്, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്നുള്ളൊരു മുദ്രാവാക്യം DK ബറുവ 1975 അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് തന്നെ വല്ലാതെ ഈ കുഴലൂത്ത് നടത്തുന്നതിന്, അങ്ങനെ ഒരു പദപ്രയോഗമല്ലാതെ വേറെ മലയാളത്തിൽ സഭ്യമായ പദമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ പ്രശംസാവചനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു തനി ആവർത്തനം പോലെ ഇപ്പോൾ കാണുകയാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനം ഉത്തരേന്ത്യയിൽ നിന്ന് BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്താണ് കണ്ടുപഠിക്കേണ്ടത്? അത് സാമ്പത്തിക നീതിയാണോ? അതല്ല. സാമൂഹ്യ നീതിയാണോ? അതല്ല. മാനവികതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെതാണോ? ഏറ്റവും കൂടുതലത്തെ ഉദാഹരണം തന്നെ ഉണ്ടല്ലോ, 34 കോടി രൂപ എന്നുള്ളത് ഒരു മനുഷ്യനെ, നമുക്ക് അറിഞ്ഞേ കൂടാത്തതായ ഒരു മനുഷ്യൻ, ഏതോ ഒരു മനുഷ്യൻ 18 കൊല്ലം മരണത്തെ മുഖാമുഖം കണ്ട അത്തരത്തിൽ ഈ ജയിലിൽ കഴിഞ്ഞ വധശിക്ഷയ്ക്ക് മുമ്പായി, മണിക്കൂറുകൾക്ക് മുമ്പായി ഇങ്ങനെ അതിവേഗത്തിൽ പലതുള്ളി പെരുവെള്ളം പോലെ അത്തരത്തിൽ വന്നു. ഇതെല്ലാം കേരളത്തിൻ്റെ നന്മയുടെ ലക്ഷണങ്ങളല്ലേ? ഇതിനൊക്കെ തട്ടിത്തെറിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ കേരളം എടുക്കുന്ന ഒരു നിലപാട്, അതിന് നേതൃത്വം നൽകുന്നതായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഈ കേരളത്തിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഈ കേരളീയ സമൂഹമടക്കം ഇത്തരത്തിലുള്ള ഈ വെറുപ്പിൻ്റെ, വർഗീയതയുടെ, വിഭാഗീയതയുടെ, വിഭജനത്തിൻ്റെ മനസ്സുകളെ ഭിന്നിപ്പിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിനെതിരാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ കാണുന്നു എന്നുള്ളതാണ്. റോണി കെ ബേബി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ കൊടികൾ കഴിഞ്ഞ തവണ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് BJP മറ്റൊരു തരത്തിൽ പ്രചാരണം നടത്തുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തവണ കൊടിയേ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ BJP ഉയർത്തിയ വർഗീയതയോട് കോൺഗ്രസ് സമരസപ്പെടുമ്പോൾ ഇത്രമാത്രം പരിണിത ഫലം അതിനുണ്ടാകുമെന്നുള്ളത് അന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ മറ്റ് ചില കേന്ദ്രങ്ങൾ അത് പറഞ്ഞപ്പോൾ കോൺഗ്രസ് അത് കേൾക്കാനും തയ്യാറായില്ല. പക്ഷേ നോക്കൂ, ഇനിയിപ്പോൾ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. ഈ വയനാട്ടിലടക്കം മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കിയത് രാഹുൽ ഗാന്ധിയുടെ അമേഠിയിൽ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന യാഥാർത്ഥ്യത്തെ അടിവരയിടുകയല്ലേ അത്? അസിത, തെരഞ്ഞെടുപ്പില് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അല്ലെ ഓരോ മുന്നണികളും സ്വീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ തന്ത്രങ്ങളുണ്ട്, സ്ട്രാറ്റജികളുണ്ട്. ഒരു സ്ട്രാറ്റജികളിലൂടെ മാത്രമേ നമുക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പില് സ്വീകരിച്ച ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ കൊടികൾ ഉപയോഗിക്കേണ്ട എന്നൊരു സ്ട്രാറ്റജി. അത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ്. എനിക്കതിനകത്ത് മനസ്സിലാകാത്തത് CPMന് മാത്രം എന്താണ് ഇതിനകത്ത് വലിയ ഇത്രമാത്രം ഒരു അസ്വസ്ഥത? കോൺഗ്രസ് അല്ലെങ്കിൽ UDF വയനാട്ടിൽ ഈ പറയുന്ന ഞങ്ങളുടെ പതാകകൾ, നമ്മളിവിടെ പതാകകളുടെ രാഷ്ട്രീയമാണോ സംസാരിക്കേണ്ടത്? പതാകകളുടെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാം. എന്തുകൊണ്ടാണ് CPM ചിലയിടത്ത് അവരുടെ ചെങ്കൊടിയുടെ നിറം പച്ച, ചിലയിടത്ത് അവരുടെ ചെങ്കൊടിയുടെ നിറം മഞ്ഞ? പക്ഷേ നോക്കൂ, ഇപ്പോൾ താങ്കൾ വളരെ നിഷ്കളങ്കമായ അത്തരം കാര്യങ്ങൾ പറയുന്നു. ഓരോ പാർട്ടിക്കും അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാകാം, അത് അങ്ങനെ ഉണ്ടാകുകയും ചെയ്തോട്ടെ. പക്ഷേ ഇതേ വിഷയം കഴിഞ്ഞ തവണ ഡോക്ടർ സമ്പത്ത്, ഞാൻ വരാം ഡോക്ടർ സമ്പത്ത്, ഞാൻ തീർച്ചയായും താങ്കളിലേക്ക് വരാം. റോണി കെ ബേബി, ഇതേ വിഷയം കഴിഞ്ഞ തവണ BJP വർഗീയ പൊളിറ്റിക്സ് കാർഡായിട്ട് ഉത്തരേന്ത്യയിലടക്കം ഉയർത്തിയതാണ്. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ ഇവിടെ സമരസപ്പെട്ടു, അതങ്ങ് അംഗീകരിച്ചാൽ പോരെ. അല്ലാതെ ഓരോ പാർട്ടിയുടെയും പൊളിറ്റിക്സ്, തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളതൊക്കെ കൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ 20 മണ്ഡലങ്ങളിലും നിങ്ങൾ പതാക ഉപേക്ഷിക്കണമായിരുന്നു. അതുണ്ടായില്ലല്ലോ. ഇതിനകത്ത് നമ്മളൊക്കെ പോരാടുന്ന ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സംഘപരിവാരത്തിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുക, BJPക്ക് ഒരു തുടർ ഭരണം ഉറപ്പാക്കാതിരിക്കുക, UPA അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം, മതനിരപേക്ഷ ജനാധിപത്യ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം അധികാരത്തിൽ വരിക ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തില് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തെ എത്രമാത്രം ഈ മോദി ഭരണകൂടം തകർത്ത് തരിപ്പണമാക്കി. ഈ രാജ്യം നേരിടുന്ന നിരവധിയായ വിഷയങ്ങൾ,
തൊഴിലില്ലായ്മ പോലെ, വിലക്കയറ്റം മൂലം, പട്ടിണി മൂലം, പക്ഷേ അല്ലെങ്കിൽ റോണി കെ ബേബി, ഭരണഘടനയെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം നടപടികൾ അത്തരം മൂലം വിഷയങ്ങളെ നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു MP ആകുക എന്നുള്ളത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BJP യെ തോൽപ്പിക്കുക, വർഗീയതയോട് പൊരുതുക എന്നുള്ള വിശാല ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJP ഒരു ശക്തിയല്ലാത്ത വയനാട്ടിലാണോ എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ഒന്ന്, പക്ഷേ അത് പ്രവർത്തിച്ചു വരുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് ആയി പോകുകയും ചെയ്യുന്നു. അത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. ഒരിക്കലും അല്ല, ഞാൻ പറഞ്ഞില്ല. കാരണം ദേശീയ നേതാക്കളൊക്കെ എത്രയോ, ഇപ്പൊ നേരട്ടെ ഗുജറാത്തുകാരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഗുജറാത്തുകാരനാണ്, അദ്ദേഹം മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജ. ആനി രാജ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പൊതുപ്രവർത്തനം നടത്തിയ ഒരു വനിതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ പൊതുപ്രവർത്തന രംഗത്ത് അവർ കൂടുതൽ സമയവും അവർ ചെലവഴിച്ചത് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്, ഉത്തരേന്ത്യയിലാണ്. അപ്പോൾ അവർ വന്നിവിടെ മത്സരിക്കുന്നു. അപ്പോൾ ദേശീയ നേതാക്കളൊക്കെ പല മണ്ഡലങ്ങൾ മാറി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ റോണി കെ ബേബി, അത് യാഥാർത്ഥ്യമാണ്. ദേശീയ നേതാക്കളൊക്കെയും അങ്ങനെ മണ്ഡലങ്ങൾ മാറി മത്സരിച്ചിട്ടുള്ള ചരിത്രം ഒരുപാട് നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല. താങ്കൾ തന്നെ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് MP ആകുക എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം BJPക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. അപ്പോൾ ആ പോരാട്ടം നടത്തേണ്ടത് BJP ഒരു ശക്തിയെ അല്ലാത്തൊരിടത്താണോ എന്നുള്ളതാണ്. അത് ലളിതമായ ചോദ്യമാണ്, ലളിതമായ യുക്തിയാണ്. അസിത, കാരണം തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. ഇനിയും ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു നിയതമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അത് പുറത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയില്ല. കാരണം ഓരോ സമയത്ത്, കാരണം ഞാനിവിടെ അക്ഷിതയോട് ഞാൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചത്, കാരണം നമ്മൾ 2019 ഒരു പാഠമാണ്. 19 ഇതുപോലെയായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ എന്ന് പറയുന്നത് BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വളരെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാമ്പയിനാണ് മോദി അഴിച്ചുവിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ BJPയുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അക്ഷിതയോട് പറഞ്ഞത്, 7 റൗണ്ട് ഉള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ഒരു റൗണ്ട് പോലും വോട്ടെടുപ്പ് നടക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സ്ട്രാറ്റജികൾ എന്താണ്, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്താണ്, BJP നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും. ഇവിടെ ബഹുമാനപ്പെട്ട സമ്പത്ത് പറഞ്ഞു, 8 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനത്ര കാര്യഗൗരവത്തോടെ എടുത്തില്ല. ആ തെരഞ്ഞെടുപ്പിലെ ഒരു നിരീക്ഷകനായിരുന്നു ഞാൻ. വളരെ കൃത്യമായി തന്നെ ഓരോ ദിവസവും അന്ന് കോൺഗ്രസിന്റെ അവിടുത്തെ ആ ഒരു പ്രകടനം, കോൺഗ്രസിന്റെ അവിടുത്തെ പെർഫോമൻസ്, ഞങ്ങളുടെ പ്രചരണം കൃത്യമായി മോണിറ്റർ ചെയ്ത ആളാ. സമ്പത്തിനറിയാം, ഈ ഹാർദിക് പട്ടേൽ, ജിഗ്നേഷ് മേവാനി പോലുള്ള 3 ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തി പോരാട്ടം, ഞങ്ങൾ അസാമാന്യമായ പോരാട്ടം നടത്തി. അസാമാന്യമായ പോരാട്ടം. കോൺഗ്രസ് ജയിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസം വന്ന് മോദി ഒരു പ്രസംഗം നടത്തി. ബഹുമാനപ്പെട്ട സമ്പത്തിന് ആ പ്രസംഗം എന്താണെന്നറിയാം? കോൺഗ്രസ് ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും, കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന് മുഖ്യമന്ത്രിയാകും എന്നൊരൊറ്റ പ്രസംഗത്തിലാണ് നമുക്കറിയാം എന്താണ് ഗുജറാത്ത്. ഞങ്ങൾ നടത്തിയ മുഴുവൻ പോരാട്ടവും പ്രവർത്തകർ 10-20 വർഷമായി BJP ഭരിക്കുന്ന ആ സംസ്ഥാനത്തെ, കാരണം ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പരീക്ഷണശാലിയായ ഗുജറാത്തിനെ ഒരു മതേതര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ഞങ്ങളുടെ മുഴുവൻ പോരാട്ടവും ആ ഒരൊറ്റ പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിനിലൂടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ല റോണി കെ ബേബി, അത്തരം പോരാട്ടങ്ങളൊന്നും തളരില്ല, തകരില്ല എന്നുള്ളതല്ലേ നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഇതേ സ്ട്രാറ്റജിയാണ് വയനാട്ടിൽ കഴിഞ്ഞ തവണ RSSും BJPയും ഉപയോഗിച്ചത്. അത് മുസ്ലിം ലീഗിന്റെ പതാകയിലൂടെയായിരുന്നു. അപ്പോൾ ഇത്തവണ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവിടെ നിങ്ങൾ ഡിഫൻസീവ് പൊളിറ്റിക്സ് സ്വീകരിക്കുന്നു. BJPയേക്കാൾ മുന്നിട്ട് 2 ഗോൾ മുന്നേ എറിയുന്നു, പതാകകളെ ഒഴിവാക്കുന്നു. അതിന് പകരം ഇതല്ല, ഇത് നിങ്ങൾ പറയുന്ന പാകിസ്ഥാന്റെ പതാകയല്ല, അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷിയുടേതാണെന്നും അവർ ഞങ്ങളുടെ ഘടകകക്ഷിയാണെന്നും എന്ന് നിങ്ങൾക്ക് ഉറക്കെ പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ചിത്രം തന്നെ മാറിയേനെ. ആഷിത, ഈ തെരഞ്ഞെടുപ്പിൽ RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ടകൾക്ക് പിന്നാലെ പോകാൻ കോൺഗ്രസ് ഒരുക്കമല്ല. ഞങ്ങൾക്ക് ഒരൊറ്റ അജണ്ടയുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ RSSും BJPയും അജണ്ട തീരുമാനിച്ച് അതിന്റെ പുറകെ തൂങ്ങിക്കൊണ്ട് അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് അതിനുള്ള താല്പര്യമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഏറ്റവും കാതലായ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കത് ചർച്ച ചെയ്യുക. ഈ ഭരണഘടന കഴിഞ്ഞ 70-75 വർഷം ഈ രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തിയ ഏകോദര സഹോദരങ്ങളെ പോലെ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിപ്പിച്ച് ഈ ഭരണഘടനയ്ക്ക് ഒരു പോറൽ പോലും, ഒരു തലമുടി നാരിന്റെ പോറൽ പോലും ഏൽക്കാതെ ഈ ഭരണഘടന സംരക്ഷിക്കുക. അതാണ് ഞങ്ങളുടെ അത് വളരെ നല്ല പോയിന്റ് ആണ്. പക്ഷെ അപ്പോഴും താങ്കൾ പറയുന്നത് പോലെ ഈ കാലങ്ങളിലൊക്കെയും ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയിരുന്നു ഈ നാടെങ്കിൽ അതിനെ വിഭജിക്കാൻ ശ്രമിക്കുന്ന കരിനിയമങ്ങൾക്കെതിരെയും കോൺഗ്രസ് മിണ്ടിയിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ് റോണി കെ ബേബി. ഞാൻ മടങ്ങി വരാം. ഡോക്ടറെ സമ്പത്ത് പറഞ്ഞോളൂ. ഞാൻ പ്രൊഫസർ റോണി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ ചെങ്കൊടിയുടെ നിറം എങ്ങനെ, അദ്ദേഹം, ഞാനും ഇടയ്ക്ക് അധ്യാപകനായിരുന്ന ഒരാളാണ്, അറിയാതെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കാര്യത്തിൽ.
ചുവന്ന കൊടി എന്നുള്ളത് ഇടതുപക്ഷക്കാർ അവർ ഉപയോഗിക്കുന്ന ഒരു കൊടിയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഇടതുപക്ഷക്കാർ ഉപയോഗിക്കുന്ന ഒരു കൊടിയാണ്. അപ്പോൾ ചുവന്ന കൊടി പല ആളുകൾക്കും അത് വല്ലാതെ വെപ്രാളം ഉണ്ടാകുന്നതാണ്. അറിയാമല്ലോ, നമ്മുടെ ഒരു കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പോലും CPIMൻ്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ ചുവന്ന കൊടി കണ്ടിട്ട് വല്ലാതെ അദ്ദേഹത്തിന് പോലും വല്ലാതെ ഈ ഒരു മാനസികമായ എന്തോ ഒരു വൈക്ലഭ്യം അതിനകത്ത് അദ്ദേഹത്തിന് ഒരു അനിഷ്ടമെല്ലാം നമ്മളത് കണ്ടതും കേട്ടതും ഒക്കെയാണല്ലോ ആ കാലത്തെ സംബന്ധിച്ച്. പ്രൊഫസർ റോണി പറഞ്ഞത് എന്തോ അദ്ദേഹത്തിന് അതുപോലെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയുമായി എന്തോ ഒരു സൈക്കിക് അത്തരത്തിലുള്ളൊരു അല്ല, അദ്ദേഹം അതിൽ പറഞ്ഞത് ശ്രീ ഡോക്ടറെ സമ്പത്ത് ഞാനത് മനസ്സിലാക്കുന്നതാണ്. അദ്ദേഹം അല്പസമയത്തിനകം വീണ്ടും ചർച്ചയിലേക്ക് ചേരും. നമുക്ക് അദ്ദേഹത്തിനകത്ത് വിശദീകരണം ചോദിക്കുകയും ചെയ്യും. പക്ഷെ ഞാനതിൽ മനസ്സിലാക്കുന്നത് മുൻപും ചില കോൺഗ്രസ് നേതാക്കൾ ചർച്ചകളിൽ ഉയർത്തിയിട്ടുള്ളതാണ്. അതായത് മലബാറിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് മലപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ത്രിവർണ്ണ കൊടി ഈ ചെങ്കൊടി എന്നുള്ളത് നിറം മാറി അരിവാൾ ചുറ്റികയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ച നിറം വരുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തെയും പ്രത്യേകതകളും ഭൂരിപക്ഷ വോട്ടും അനുസരിച്ച് ആ നിലയിൽ ചെങ്കൊടിയുടെ നിറം മാറുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ ടെലിവിഷൻ ചർച്ചകളിൽ വരുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇട്ടിരിക്കുന്നതായിട്ടുള്ള ഈ ബ്രൗൺ ഷർട്ടിന് പകരം ചിലപ്പോൾ പച്ചയായിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ആ പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാൽ ഇനി ആ വിഷയമോ അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ സൂചിപ്പിച്ചാൽ നമ്മൾ പോസ്റ്ററുകൾ സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്നുള്ള നിലയിൽ തന്നെ ഞാൻ പറയാം, പോസ്റ്ററുകൾ അച്ചടിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അത് പച്ചയാവാം, മഞ്ഞയാവാം, ചുവപ്പാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം. അത് കാണുന്ന ആളുകളെ ആകർഷിക്കുക എന്നുള്ള ഒരു നിറം അതിന് കൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിലേ സ്വാമി വിവേകാനന്ദൻ കാവ്യാണ് ഉടുത്തിരുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാമി വിവേകാനന്ദൻ BJP ആണ് എന്ന് പറയുമോ? അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ കാര്യത്തിൽ? ഇവിടെ ഈ രാഷ്ട്രീയം ഇവിടെ പ്രൊഫസർ റോണി പറഞ്ഞു വന്നതിൽ എന്തായാലും നന്നായി. ഒരു മിനിറ്റ് കൊണ്ട് ഞാനത് നിർത്താം. എന്താണെന്നറിയോ, ഈ ആര് അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യം, ആ തർക്കങ്ങളൊക്കെ നടക്കട്ടെ. തെരഞ്ഞെടുപ്പ് തീർന്നാലും ഇത് നടന്നുകൊണ്ടേയിരിക്കും. മഴ പെയ്ത് തീർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതുകൊണ്ട്, മഴ പെയ്ത് തോർന്നാലും അത് വീണ്ടും മരം പെയ്തുകൊണ്ടേയിരിക്കുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഷാർപ്പായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, മെറ്റിക്കുലസ് ആയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിലെ മനുഷ്യ മനസ്സുകളെ വിഭജിക്കാനായി അത്തരത്തിൽ RSS ഇൻസ്റ്റിഗേറ്റഡ് ആയിട്ടുള്ള BJPയുടെ ആ അജണ്ടയെ സംബന്ധിച്ച് പൊളിച്ച് കാണിക്കാൻ തയ്യാറുണ്ടോ? പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് ഞാൻ പറയാൻ കാരണം ഇനി വേണമെങ്കിൽ പറയാം, 26 കേസുകൾ ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഹർജിയായി അവിടെ ഉണ്ട്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഇത് മുമ്പ് പറഞ്ഞപ്പോഴും BJPയുടെ നേതാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്, സമ്പത്തിന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതെല്ലാം അപ്പോൾ അത് നാട്ടിൽ അങ്ങനെ നടപ്പാക്കപ്പെടുന്ന അതിനെന്താ തെറ്റ് എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധം എന്നാണ്. ഒരു രാഷ്ട്രീയ കക്ഷിക്ക് തന്നെ ഏതാണ്ട് 9,000 ഓട് എന്ന് പറയാമോ, അതിനപ്പുറം കോടി രൂപ അത്തരത്തിൽ വന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇല്ലാത്ത കമ്പനികളിൽ നിന്ന് വല്ലാത്ത സംഭാവനകൾ ചില അത്തരത്തിൽ പാർട്ടികൾക്ക് വന്നു. ഏത് പാർട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനുള്ളൊരു വഴി തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ ഈ അഴിമതിയെ വ്യവസ്ഥാപിതവൽക്കരിക്കപ്പെടുന്ന നിലയിലേക്ക് വരും. എങ്ങനെയാണ് ഇതിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു, ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്തുള്ള ഞങ്ങൾ പലരും പറയുമ്പോൾ വിറ്റു തുലയ്ക്കുക എന്നുള്ളത്, BPCLനെ വിൽക്കാനായി വെച്ചിരിക്കുന്നത്, LICയെ വിൽക്കാനായി വെച്ചിരിക്കുന്നത്, ഇനി നാളെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്, തിരുവനന്തപുരത്ത് തന്നെയുള്ള ഈ HLL ലിമിറ്റഡ്, നമ്മുടെ ഈ പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിനെ വിൽക്കാനായി അത് വാങ്ങാനായി വരുന്ന 2 കമ്പനികൾ, ആ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ളവരാണ്. ഇവിടെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് കേരളത്തിലുള്ളത് നമ്മൾ കൊടുത്ത ഭൂമിയിലാണ്, അത് ഇന്ത്യ ഗവൺമെൻറ് അത് സ്വകാര്യവൽക്കരിക്കാനാണ് തീരുമാനിച്ചത്. ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്, പഴയ കഥയൊക്കെ എന്തിനു പറയുന്നു എന്ന് ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ചോദിച്ചിരിക്കും. പഴയ കഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്താണ്, നമ്മുടെ സമ്പത്താണ്, ഈ നാടിൻ്റെ വകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രമേ സാമൂഹ്യ നീതി നടപ്പാക്കാനായി കഴിയുള്ളൂ, പ്രാദേശിക അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കാൻ അത് മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു മേഖലയിലും സാമൂഹ്യ നീതിയില്ല. അത് സിംപ്ലി അത് വാനിഷിങ് ഇൻ ടു തിൻ എയറാണ്. ഇത് ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും ഒപ്പം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും അടക്കമായിട്ടെടുക്കട്ടെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ തന്നെ നിങ്ങളൊന്ന് നോക്കൂ, ഈ നമ്മുടെ വന അവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ 100 കണക്കിനാണ്. അതിൽ പട്ടികവർഗക്കാരും പട്ടികജാതിക്കാരും അതിൽ വാസ്തവത്തിൽ ഇതിൽ വളരെ ഖിന്നരാണ്. അവരുടെ വനാവകാശം, അവരുടേതായിട്ടുള്ള അവർ അനുഭവിച്ചിരുന്ന അവകാശങ്ങളിൽ നിന്ന് അവർ നിഷ്കാസിതരാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 153 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത് ബാധകമാണ്.
153 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത് ബാധകമാണ്. വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട സംഘർഷം, അതിൽ 103 ലോക്സഭാ മണ്ഡലങ്ങൾ നിലവിൽ BJP ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ അത് അവരിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെടുക, ഭൂമി തട്ടിത്തെറിപ്പിക്കപ്പെടുക, തൊഴിൽ സ്ഥിരമല്ലാതായി മാറുക, കൂലിയടിമ സമ്പ്രദായം വരിക, ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്, അത്തരം കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, എനിക്ക് തന്നെ ദോഷകരമായി വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്നെ പഠിപ്പിച്ചെടുക്കുക എന്നത് തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓർമ്മയുണ്ടല്ലോ, അമേരിക്കൻ ഐക്യനാടുകളിൽ ഇബ്രാഹിം ലിങ്കൻ്റെ ഭരണകാലത്ത് അടിമ വ്യാപാരം, അടിമത്തം അവസാനിപ്പിച്ചു, അടിമ കച്ചവടവും നിരോധിച്ചു, അടിമകളെ സ്വതന്ത്രരാക്കാൻ തീരുമാനിച്ചു. അതേ അടിമകളായ കറുത്ത തൊലിയുള്ള മനുഷ്യർ തന്നെ കോൺഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവരുടെ ആയുധങ്ങൾ കയ്യിൽ കൊടുത്തു, തോക്കും കൊടുത്തിട്ട് ഇബ്രാഹിം ലിങ്കൻ്റെ സൈന്യത്തിനെതിരായിട്ടും ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ പോരാട്ടം നടത്തുന്നവരുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാനായി അവരെ തന്നെ വിട്ടു. അതും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരിക്കലും സുഖകരമായ റോസാതലങ്ങൾ വിരിച്ചതായിട്ടുള്ളൊരു പാതയിൽ കൂടിയൊന്നുമല്ല. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ആ ഒരു സ്റ്റഡി പാത്ത് ആ കാര്യത്തിൽ അത് വളരെ കരുതലോടുകൂടി ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും, പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും, ജയിലിൽ കഴിയേണ്ടതായി വരും. CAA-യുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ജയിലിൽ പോകാനായി ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നോ? പ്രൊഫസർ റോണി, കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളിൽ സഹ സീതാറാം യെച്ചൂരിയും സഹ D രാജയും അടക്കമുണ്ട് അല്ലേ, സൗ ബൃന്ദാക്കാരായിട്ടും സൗ സുഭാഷിണി അലി അടക്കമുണ്ട് അല്ലേ. ജയിൽവാസം അനുഭവിച്ച ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരെന്ന് പറഞ്ഞ് CAA-ക്കെതിരായിട്ട് ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത്തരം കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിൽ സഖാവ് പിണറായി വിജയനല്ലേ ഈ കാര്യത്തെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത്. പ്രൊഫസർ റോണിയുടെ നേതാക്കളടക്കമുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം വന്ന് ഈ പാളയം രക്സാക്ഷി മണ്ഡപത്തിലടക്കം പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും അത്തരം കാര്യങ്ങളെ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നത്തെ KPCC അധ്യക്ഷനല്ല, അന്നത്തെ KPCC അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു എല്ലാവരും തിരിച്ചു വരണമെന്ന് പറഞ്ഞു. പകുതി വഴിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ് അതിൽ. ശ്രീ കൃഷ്ണദാസ, BJP-യുടെ വലിയൊരു പൊളിറ്റിക്കൽ മൂവിനല്ലേ വാസ്തവത്തിൽ ഇവിടെ കോൺഗ്രസ് ചെക്ക് വെച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ നോക്കൂ, ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ടും ദക്ഷിണേന്ത്യയിലെ ന്യൂനപക്ഷ വോട്ടും കോൺഗ്രസ് സേഫ് ആക്കി എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ നിങ്ങൾ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച കൊടി ഉത്തരേന്ത്യയിൽ വലിയ ആയുധമാക്കിയെങ്കിൽ ഇത്തവണ ഒരു പടി മുന്നേ നടന്ന് അവർ ആ കൊടി തന്നെ ഒഴിവാക്കുന്നു. ഇനി കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ അമേഠിയിലെ പ്രഖ്യാപനം വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ജയിച്ചാൽ ഏത് മണ്ഡലം രാജിവെക്കുമെന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിലും ചർച്ചയാകില്ല. അങ്ങനെ രണ്ടിടത്തും വാസ്തവത്തിൽ കോൺഗ്രസ് സേഫ് ആകുകയും BJP-യുടെ രാഷ്ട്രീയത്തിന് ചെക്ക് വെക്കുകയും അല്ലേ ഉണ്ടായത്? അസിത, ഈ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ നയം എന്നുള്ളത് എക്കാലത്തും ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്രയോ വർഷം കോൺഗ്രസ് രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അവസ്ഥ എന്താണ്? ഒന്ന് എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാൻ പറ്റുന്ന തരത്തിൽ രാഷ്ട്രീയ ശക്തി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തമായി ഒരു അഭിപ്രായം പറയാൻ അവർക്ക് മറ്റ് കക്ഷികളെ പേടിക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ UDF-നെ പേടിച്ച്, UDF-ലെ ഘടകകക്ഷികളെ പേടിച്ച് അവരുടെ കൊടി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. അത് BJP-ക്കെതിരെയുള്ളൊരു ചെക്കല്ല, അത് ഈ UDF-നകത്തുള്ള പ്രതിസന്ധിയും UDF-നകത്തുള്ള രാഷ്ട്രീയവും മുന്നിൽ കണ്ടുകൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ്സുകാർ എല്ലാ ചർച്ചകളിലും കേരളത്തിലടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത് ഭരണഘടനയെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു BJP, ഭരണഘടനയ്ക്കെതിരായി BJP പ്രവർത്തിക്കുന്നു. എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ റോണി കെ ബേബിയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അതിൻ്റെ അമെൻമെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള നടപടികളിൽ അതിൽ 86 തവണയാണ് ഭരണഘടന മാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഭരണഘടനയിൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ അടിയന്തരാവസ്ഥയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 1976 നവംബർ മാസം 1-ാം തീയതി കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനയുടെ 42ാം ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തതാണ്. ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ഘടകവും അതിൻ്റെ പ്രിയാമ്പിൾ അടക്കം അമെൻമെൻറ്റ് നടത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള തേരോട്ടം നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഭരണഘടനയെ നിങ്ങൾ വല്ലാതെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തവരല്ല എന്ന് പറയാൻ നിൽക്കരുത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വശം, അടിയന്തരാവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതായി നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ BJP-യുടെ 2 MP-മാരാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരണഘടന ഞങ്ങൾ തിരുത്തിയെഴുതുമെന്ന് പ്രഖ്യാപിച്ചത്. അസിത, 19 മാസക്കാലം നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നപ്പോൾ എവിടെയായിരുന്നു ഭരണഘടന? എവിടെയായിരുന്നു നീതിന്യായ സംവിധാനങ്ങൾ?
എവിടെയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് രംഗം? എവിടെയായിരുന്നു അടക്കം പ്രവർത്തിക്കുന്ന മാധ്യമ മേഖല? എന്തായിരുന്നു സ്വാതന്ത്ര്യം? എവിടെയായിരുന്നു ഭരണഘടനാവകാശം? എവിടെയായിരുന്നു ആർട്ടിക്കിൾ 14, 19, 21 ഒക്കെ? അപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ തന്നെ അവകാശങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകളാണ് പറയുന്നത് ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും. ആയിക്കോട്ടെ, സംരക്ഷിച്ചോളൂ. ഭരണഘടന സംരക്ഷിക്കില്ല എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങളെയും അതേപടി നിലനിർത്തിക്കൊണ്ടാണ് BJPയുടെ ഭരണകാലഘട്ടങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനെ പരിപോഷിപ്പിക്കുന്ന ഭരണഘടനയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്ന തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി കൊണ്ടുവന്നോ? ഇല്ലല്ലോ. BJPയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ശ്രമം ഉണ്ടായോ? ഇല്ലല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഏകാധിപത്യ പ്രവണതയെക്കുറിച്ചാണ്. എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൻ്റെ ഇടതുപക്ഷ ചരിത്രത്തിൽ ആദ്യമായി ഒരു വീട്ടിൽ നിന്ന് 2 മന്ത്രി ഉണ്ടാകും. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. അത് രാഷ്ട്രീയപരമായ പാരമ്പര്യത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്കെതിരെ എണീറ്റ് നിന്ന് സംസാരിക്കാൻ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് അടക്കമുള്ള ആളുകൾക്ക് ഭയപ്പാടുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചിത്രം മാറിയത് എങ്ങനെയാണ്? ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് മാറി നിൽക്കൂ, കടന്നു മാറൂ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയം മാറുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതെല്ലാം. അപ്പോൾ എവിടെയാണ് നമ്മൾ ഏകാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? എവിടെയാണ് നമ്മൾ ഭരണഘടനാ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അതെല്ലാം വിലയിരുത്തപ്പെടേണ്ടതാണ്. ജനങ്ങളതെല്ലാം വിലയിരുത്തുമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. മറ്റൊന്ന് അസിത്ത് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം BJPക്കുള്ള ചെക്കല്ലേ എന്നാണ്. അത് എന്താണ് എന്നുള്ളത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം, രാജ്യത്തെ ഭരണം കൈയാളാൻ വേണ്ടി 2019 എല്ലാ കക്ഷികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടുവന്നിരുന്നു UDF. അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെ ഇന്ത്യ മുന്നണിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടി BJPക്ക് അനുകൂലമായി ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്ത് BJPക്ക് കൂടുതൽ NDA സഖ്യത്തിൽ സീറ്റുകൾ നൽകുന്ന സാഹചര്യമാണ് 2019 ഉണ്ടായത്. ഈ തവണ അതും കടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് സംസ്ഥാനങ്ങളും എടുത്ത് നോക്കിക്കോളൂ, ആ സംസ്ഥാനങ്ങളെല്ലാം BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ട്രെൻഡ്, രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നിലപാട് ജനങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ വികസന മുന്നേറ്റമുണ്ടാകുന്ന തരത്തിൽ, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുന്നേറ്റമുണ്ടാകുന്ന തരത്തിൽ, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ യശസ് ഉയരുന്ന തരത്തിൽ നമ്മുടെ രാജ്യം അഭിമാനം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര രംഗം മാറുന്ന തരത്തിൽ അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്ത പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ അങ്ങയുടെ പരാമർശത്തിനോട് ചേർത്ത് വെക്കുന്നു. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ BJP പ്രധാനമായും ഉയർത്തുന്നത് ഉണ്ട്. ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല, ഞാൻ പറയട്ടെ. അങ്ങ് മണിപ്പൂർ സൂചിപ്പിച്ചിട്ട് അങ്ങ് മണിപ്പൂർ സൂചിപ്പിച്ച ഒരു നരേറ്റീവ് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാലുള്ള അപകടം, ഇത് മണിപ്പൂരിൽ എന്തോ സത്യസന്ധമായ കാര്യങ്ങൾ നടന്നു എന്നാണ് വിചാരിക്കുക. മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ വലിയ ചർച്ച നടന്നില്ലേ? മണിപ്പൂരിന് അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളില്ലേ? എന്താണ് അരുണാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ? എത്ര നാളായി മണിപ്പൂർ വിഷയം എടുത്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിലെ മാൻഡേറ്റ് ആണ് അതിനെ വിധി എഴുതുന്നതെങ്കിൽ കൃഷ്ണദാസ്, അല്പം മുമ്പ് അങ്ങ് തന്നെ പറഞ്ഞ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കേരളം കോൺഗ്രസിനൊപ്പമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ നിങ്ങൾ അംഗീകരിക്കുമോ? അല്പം മുമ്പ് അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസിനെ തള്ളിപ്പറയുകയല്ലേ കൃഷ്ണദാസ് ചെയ്തത്? അപ്പോൾ അതൊന്നും ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന ഒന്നായി മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കൃഷ്ണദാസ്. പ്രൊഫസർ റോണി കെ ബേബി, ആദ്യഘട്ടം മുതൽ തന്നെ BJP ഇവിടെ അവിടെ ഒരു വശമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPI ആരുടെ കൂടിയായിരുന്നു? എവിടെയായിരുന്നു? ആരുടെ പിൻബലത്തോടു കൂടിയിട്ടാണ് കേരളം ഭരിച്ചത്? അപ്പൊ ഇടതുപക്ഷത്തിന്റെ ശക്തി എന്ന് പറയുന്ന അന്നത്തെ CPI, അന്നത്തെ ഏറ്റവും ശക്തമായ CPI അവരാരുടെ കൂടിയായിരുന്നു? ശ്രീകൃഷ്ണദാസ്, അതിന് കർണാടകയിലെ കാര്യം റോണി കെ ബേബി തന്നെ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് വാദത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രൊഫസർ റോണി കെ ബേബി, മാത്രമല്ല ഈ ജനങ്ങളുടെ മാൻഡേറ്റിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരാണോ BJP എന്നുള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളുടെ തുടക്കവും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കർണാടകയായിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് ഓർക്കുക കൂടി വേണം. അപ്പോൾ റോണി കെ ബേബി, ഞാൻ ചോദിക്കാൻ വന്ന വിഷയം, നമ്മൾ ഈ
മുസ്ലിം ലീഗിന്റെ കൊടികൾ ഉൾപ്പെടെ BJP വലിയ തരത്തിൽ പ്രചാരണ ആയുധമാക്കുമ്പോൾ അമേഠിയിൽ ഇത്തവണ നിങ്ങളുടെ തലയ്ക്ക് മുകളിലെ വാളായി നിൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു വിഷയം SDPIയുടെ പിന്തുണയാണ്. വേണ്ട, SDPI പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വോട്ട് ചെയ്യുന്നത് തടയില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏകദേശം 5426 വോട്ടായിരുന്നു SDPIക്ക് ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉള്ളത്. ഒരുപക്ഷെ ഇത്തവണ അത് മുഴുവനായും കോൺഗ്രസിലേക്ക് ഏകീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇതൊക്കെയും ഉത്തരേന്ത്യയിൽ പ്രചരണ വിഷയങ്ങളാകും. റോഡി കെ ബേബി, ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് BJPക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമില്ലാതെ അവർ വല്ലാതെ ദാരിദ്ര്യത്തില. അവർ പറയുന്ന ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. മോദി ഇവിടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു വന്നുപോയി. ആ ഗ്യാരണ്ടിയൊക്കെ വെറും കാറ്റുപോയ ബലൂൺ ആണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. പിന്നീട് അവര് ഒരു പ്രകടന പത്രികയുമായിട്ട് വന്നു. ആ പ്രകടന പത്രികയുടെ കാര്യവും പുതുതായിട്ടൊന്നും വാഗ്ദാനം ചെയ്യാനില്ലാത്ത അവസ്ഥയായി പോയി. അവസാനം മോദിക്ക് ഇപ്പം പറയാനായിട്ട് ഒരു വിഷയം ഇല്ലാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് രാഹുൽ ഗാന്ധി ബീഫ് കഴിച്ചെന്നോ, രാഹുൽ ഗാന്ധി മട്ടൻ കഴിച്ചെന്നോ, പ്രതിപക്ഷ നേതാക്കൾ മീൻ കഴിച്ചെന്നോ ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അദ്ദേഹത്തിന് BJPക്ക് ഒന്നും പറയാനായിട്ടും ഒന്നുമില്ല, മുന്നോട്ട് വെക്കാനും ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ രാമക്ഷേത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ഇപ്പം അതിനകത്ത് വലിയ സ്വീകാര്യതയും വലിയ താല്പര്യമൊന്നും ജനങ്ങൾക്കും ഇല്ല. ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും വിലക്കയറ്റവും ഒക്കെ. അപ്പോൾ ഈ പറയുന്ന ഇല്ലാത്ത ഇവിടെ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട് ആ സ്ഥിതിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡോറുകൾ ഓപ്പൺ ആണ്. ഞങ്ങൾ പറഞ്ഞ ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സംവിധാനം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും ഈ രാജ്യത്ത് 97 കോടി വോട്ടർമാരുണ്ട്. ആർക്കും കോൺഗ്രസ് വോട്ട് ചെയ്യാം. പക്ഷേ വർഗീയപരമായിട്ടുള്ള ആ പരിപ്രേക്ഷ്യമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെയും പിന്തുണ വേണ്ട എന്ന ആർജവത്വത്തോടു കൂടി എടുക്കുവാനായിട്ട് കഴിയും. ആ സ്ഥിതി ഇവിടെ കർണാടകയുടെ കാര്യത്തിൽ കാണിച്ചു. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെയും ബജ്രംഗ് ദൾ പോലെയുള്ള സംഘടനകൾ നിരോധിക്കും. ആ ജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്തല്ലോ, കർണാടകയിലെ ജനങ്ങൾ വോട്ട് ചെയ്തല്ലോ. അത് ഞങ്ങൾക്കൊരു ആവേശമാണ്. വളരെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയട്ടെ, ഒരു വർഗീയ സംഘടനയുടെയും പിന്തുണയില്ലാതെ കോൺഗ്രസിന് BJP തോൽപ്പിക്കാനുള്ള കെൽപ്പുണ്ട്, അതിനുള്ള കഴിവുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് മറുപടി പറയാൻ വേണ്ടി സമയം തരണം. ബഹുമാനപ്പെട്ട സമ്പത്ത് പറയുകയുണ്ടായി CAA വിരുദ്ധ പോരാട്ടങ്ങളുടെ മുഴുവൻ കുത്തകയും CPM-ഉം CPM-ന്റെ നേതാക്കളും അങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം. ഞാൻ ബഹുമാനപ്പെട്ട സമ്പത്തിനോട് വളരെ ബഹുമാനത്തോടെ ചോദിക്കട്ടെ, ഈ കേരളത്തില് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ CAA സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്ത കേസുകൾ, ആ കേസുകളിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സമ്പത്ത് ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് അങ്ങ് പറയുക കോൺഗ്രസ് ഈ സമരത്തിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ നമ്മൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നമ്മൾ ഒന്നിച്ച് സമരം ചെയ്തല്ലോ. നമുക്ക് വളരെ വ്യക്തമായി തന്നെ നിയമസഭയിൽ പ്രതിപക്ഷം എടുത്ത നിലപാട് എന്നറിയാം. നമ്മൾ ഒന്നിച്ചാണ് കോൺഗ്രസും അന്നത്തെ ഭരണകക്ഷിയും CPM-ഉം LDF-ഉം UDF-ഉം ഒന്നിച്ച് നമ്മൾ പ്രമേയം പാസ്സാക്കി. പക്ഷേ പുറത്തിറങ്ങി നടത്തി ഓരോ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത മുന്നണികൾ നടത്തുന്ന സമരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് സമരം നടത്തുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സംവിധാനമുണ്ട്. പിന്നെ ഈ CAA വിരുദ്ധ വിഷയത്തിലൊന്നും കോൺഗ്രസിന്റെ ആത്മാർത്ഥത ഞാൻ വളരെ വിനയത്തോടുകൂടി തന്നെ ഞാനിവിടെ പറയട്ടെ. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിൽ ഈ ന്യൂനപക്ഷം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടനാ വിരുദ്ധമായി ഇവിടെ കൊണ്ടുവന്ന മുഴുവൻ നിയമനിർമ്മാണങ്ങളും റദ്ദാക്കുമെന്ന് പറയുമ്പോൾ പിന്നെ CAA എന്നോ 370 എന്നോ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ? ഞങ്ങൾ എന്താ സ്പെസിഫിക് ആയി ഓരോന്ന് എടുത്ത് പറയുന്നുണ്ടോ? വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ നിലപാടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഏതൊക്കെയാലും ഇന്ത്യ മഹാരാജ്യത്ത് 14 RSS നൽകിയ കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും വൈകിയ വേളയിൽ തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് CPM CAA കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് എം ഹസന് കളവ് പറയേണ്ടി വരുന്നത് പ്രകടന പത്രികയിൽ. ഓക്കെ, എനിക്ക് ഒരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസിനോട് കൂടി എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം പറയുണ്ടായി കോൺഗ്രസ് 10-60 വർഷം ഈ രാജ്യം ഭരിച്ചു, ഭരണഘടനയെ വല്ലാണ്ടങ്ങ് കെട്ടിപ്പിടിക്കുന്നു, വല്ലാണ്ടങ്ങ് സ്നേഹിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാറിനോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കോൺഗ്രസ് അധികാരത്തിൽ നിന്നപ്പോൾ എപ്പോഴും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, ഭരണഘടന എന്താ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന വിശ്വാസം? അങ്ങനെയൊക്കെ അറിയാമല്ലോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായ ചർച്ചകൾ 2-2.5 വർഷം സമയമെടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അകത്തും പുറത്തും ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ വേണ്ടി നടത്തുന്ന പ്രയത്നങ്ങൾ, അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ച് പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തിന് സ്വന്തം കൈവശത്തിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തയ്യാറാക്കി. അങ്ങ് ബഹുമാനപ്പെട്ട പറഞ്ഞു 42ാം ഭേദഗതി 1976 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ എന്താ ഞങ്ങൾ ചെയ്തത്? ആ പ്രിയാമ്പിളിൽ സെക്കുലർ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ എന്ന വാക്കുകൾ എഴുതി ചേർത്തതല്ലേ?
ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പിന്നെ ഭരണഘടനയെ 87 അമനുണ്ട്, 87 1925 അമൻഡ്മെന്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം, ഈ രാജ്യം ഒരു മതേതര രാജ്യമായി, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി, ഞങ്ങളുടെ പ്രാണമായി രാഹുൽ ഗാന്ധി ഇനിയും പിന്നെ നമ്മള് വസ്തുതകളായി തന്നെ രാഹുൽ ഗാന്ധി എത്ര കൃത്യമായി തന്നെ ഞങ്ങളുടെ നിലപാട് കോൺഗ്രസിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഭൂരിപക്ഷ വർഗീയതയെന്നോ ന്യൂനപക്ഷ വർഗീയതയെന്നോ അതിനോട് ഒരു കാലഘട്ടത്തിലും സന്ധി ചെയ്യുവാൻ ആഗ്രഹമില്ല. ഇല്ലേ, ഞങ്ങൾ കൃത്യമായി, ഞാൻ ഈ കൈരളിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി അധികാരത്തിലെത്തിയാൽ ജൂൺ 4-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നത് 24 മണിക്കൂറിനകം കഴിഞ്ഞ 10 വർഷം മോദി ഭരണകൂടം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഏൽപ്പിച്ച പോറലുകൾ, ഇതിനുവേണ്ടി കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങൾ, അതിനെ അസാധുവാക്കുവാൻ, അതിനെ റദ്ദ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി കോൺഗ്രസിനുണ്ട്. കാരണം ഞങ്ങളുടെ മതം, ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഞാൻ പോരാട്ടം അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയൊരു വിഷയങ്ങൾ, ഈ പറയുന്ന കൊടിയുടെ നിറവോ പതാകയുടെ നിറവോ, ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സംഘപരിവാരത്തെ തോൽപ്പിക്കുക. വളരെ കൃത്യത്തിന് പാർട്ടി മുമ്പിൽ നിന്നോട് പറയുക, BJPയുടെ ഒരു കെണിയിലോ ഒരു അജണ്ടയിലോ പെടാതെ ഈ തെരഞ്ഞെടുപ്പ് 7 റൗണ്ട് മുന്നോട്ട് പോയി. വളരെ നല്ല വിഷനാണ് പ്രൊഫസർ റോണി കെ ബേബി. പക്ഷെ അവിടെ ഉണ്ടാകുന്ന വിയോജിപ്പ്, സംഘപരിവാറിനോട് പോരാടേണ്ടത് രാഹുൽ ഗാന്ധിയാണ് നിങ്ങളുടെ മുഖമെങ്കിൽ ആ രാഹുൽ ഗാന്ധി പോരാടേണ്ടത് കേരളത്തിൽ സംഘപരിവാർ ഒന്നുമല്ലാത്തൊരിടത്ത് വന്നതാണോ എന്നുള്ളത് മാത്രമാണ് അവിടെ ഉയരുന്ന ചോദ്യം. ഡോക്ടർ എ സമ്പത്തിലേക്ക് വരുന്നതിന് മുൻപ് കൃഷ്ണദാസ് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു മറുപടി കൂടി വേണം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടുന്ന ചൂണ്ടകളിലൊന്നും കൊത്താതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ലൈൻ. മനസ്സിലാകുന്നുണ്ടോ അത്? ഞങ്ങളുടെ ചൂണ്ടയിൽ കൊത്തണ്ട, അവരുടെ ചൂണ്ട കൃത്യമായി വലിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീ റോണി കെ ബേബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയുടെ 42-ാം അമെൻമെൻ്റ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതിൽ പ്രിയാമ്പിളിൽ മാറ്റം വരുത്തി എന്നുള്ളതിന് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ വേണ്ടി കൊണ്ടുവന്ന അമെൻമെൻ്റാണ് എന്നുള്ളതാണ്. ഭരണഘടനയുടെ 358-ാം അനുച്ഛേദ പ്രകാരം രാജ്യത്ത് എമർജൻസി പ്രഖ്യാപിച്ചപ്പോൾ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനാണ് ജനാധിപത്യ വിരുദ്ധമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ആ ആളുകളാണ് പറയുന്നത് ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനാപരമായി സംരക്ഷിക്കുമെന്ന്. അത് ഒരു ദിവസവും 2 ദിവസമല്ല, 19 മാസക്കാലം ഈ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ നിലവിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഭരിച്ചതിന് ശേഷവും, ഇത്രയും 3 പ്രധാനമന്ത്രിമാർ വർഷങ്ങളോളം ഭരിച്ചതിന് ശേഷം ഒരു കുടുംബത്തിൽ നിന്ന് അതിനുശേഷം എത്രയോ 10 വർഷക്കാലം മറ്റൊരു പ്രധാനമന്ത്രി ഭരിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ കോൺഗ്രസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് എന്നുള്ള പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലേക്ക്, ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലേക്ക്, ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് കോൺഗ്രസിന് ഇനി സ്ഥാനമില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന് ബോധ്യപ്പെടും. ഇനി കേരളത്തിലാണ് അവർക്ക് ഏക പ്രതീക്ഷയുള്ളൊരു സംസ്ഥാനം. അതിൻ്റെ പിൻബലം എന്ന് പറയുന്നത് ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും, ഞാൻ ഒന്ന് പൂർത്തിയാക്കാം, 1 മിനിറ്റ് കൂടി ഞാൻ പൂർത്തിയാക്കാം. കർണാടകത്തിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ ഭരിക്കുന്ന അവരുടെ സപ്പോർട്ടുള്ള സംസ്ഥാനങ്ങളിൽ പോലും കേരളം ഒഴിച്ച്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമുള്ളൊരു സ്ഥലം. അവിടെ മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വച്ച് പുലർത്തിക്കൊണ്ട് തങ്ങളുടെ എംപിമാരെ ജയിപ്പിച്ചെടുക്കാം എന്നുള്ള ആശയമുള്ളൂ. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് കടക്കൽ കത്തിവെച്ചിട്ടുള്ള എല്ലാ നടപടികളും നടക്കുന്ന കാലഘട്ടത്തിലും ഇടതുപക്ഷത്തെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അന്നും 76-ലും 75-ലും എല്ലാം അടിയന്തരാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള യാഥാർത്ഥ്യവും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ വീരവാദം ഒന്നും ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവർ രാഷ്ട്രീയപരമായി കാലയവനികയ്ക്കുള്ളിൽ മറിയാൻ പോകുന്ന സാഹചര്യമാണ് കോൺഗ്രസിനുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഡോക്ടർ എ സമ്പത്ത്, സാധാരണഗതിയിൽ ഉണ്ടാകാത്തൊരു ജാഗ്രത ഈ അമേഠി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അമേഠിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ കൊടി വിവാദമടക്കം കേരളത്തിൽ ഈ നിലയിലായിരിക്കില്ല ചർച്ച ചെയ്യുന്നത് എന്നുള്ളതും വസ്തുതയല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ അമേഠിയിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് തന്നെ വയ്ക്കുക. അപ്പോൾ വയനാട്ടിൽ നടത്തിയതുപോലുള്ള റോഡ് ഷോ ആയിരിക്കും അവിടെ നടത്തുക. സമാജ്വാദി പാർട്ടിയുടെ കൊടിയില്ലാതെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളെ അങ്ങനെ അവരെ കൂടി അണിനിരത്തിയിട്ട് അങ്ങനെ നടത്താനായിട്ട് കഴിയുമോ? കഴിയില്ലല്ലോ. പ്രൊഫസർ റോണി ചോദിച്ചൊരു കാര്യത്തിന് ഞാനൊരു മറുപടി പറയാനായിട്ട്, എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാണ്, മീൻചട്ടിയിലാണ് ഈ മീൻ പിടിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ ഇറങ്ങാറുള്ളത്. ഈ 835 കേസുകളാണ് കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായത്. 835 കേസുകളിൽ അതിൽ 629 കേസുകൾ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി സമ്മതത്തോടു കൂടി കോടതികളിൽ ക്വാഷ് ചെയ്യുകയുണ്ടായി.
അത് കഴിഞ്ഞ് 84 കേസുകൾ അത് പിൻവലിക്കുന്നതിന് കോടതിയിൽ കേരള സംസ്ഥാന സർക്കാർ തന്നെ ബന്ധപ്പെട്ട പ്രോസിക്യൂട്ടർമാർ മുഖാന്തരം അപേക്ഷ നൽകി. ഇതെല്ലാം ചെയ്യുമ്പോഴൊരു കാര്യം, കോടതിയിൽ കേസെത്തി കഴിഞ്ഞാൽ കോടതിയിൽ ബന്ധപ്പെട്ട ന്യായാധിപൻ്റെ അംഗീകാരത്തോടുകൂടി സമ്മതത്തോടുകൂടി മാത്രമേ ഇത് ക്വാഷ് ചെയ്യാനും പിൻവലിക്കാനും എല്ലാം കഴിയുള്ളൂ. ഒരു കേസ് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷനിലുമാണ്. ഇപ്പോൾ പൊതുമുതൽ നശീകരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വന്നാൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് സർക്കാർ മാത്രം എടുത്തൊരു തീരുമാനം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തീരുന്നതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഇപ്പോൾ CAA-ക്കെതിരായിട്ട് ഇത്തരം കാര്യങ്ങൾ നടത്തി. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോഴും ഈ കാര്യത്തിന് മറുപടിയില്ല. എന്താണെന്നറിയോ, ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. CAA-ക്കെതിരായി എന്താ അവിടെ നടത്തിയതായിട്ടുള്ള പ്രക്ഷോഭം ഒരെണ്ണം ഒന്ന് ചൂണ്ടിക്കാണിച്ചതാ, ഒരു കേസെടുത്തതായി പറയും അല്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നടത്തിയതായിട്ടുള്ളത് എവിടെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? CAA-ക്കെതിരായി അത്തരത്തിൽ പ്രമേയം പാസ്സാക്കിയത് കേരള സംസ്ഥാന സർക്കാരാണ്, നമ്മുടെ നിയമസഭയിലാണ്. ശരി, ഇത് സഖാവ് പിണറായി വിജയൻ അങ്ങനെ ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതുക അടക്കം ചെയ്തു. ഇപ്പോൾ CAA-യുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിച്ചല്ലോ. ഈ കേസുകൾ പിൻവലിക്കലിൻ്റെ പ്രക്രിയയിലാണല്ലോ. BJP ഈ കാര്യത്തെ സംബന്ധിച്ച് ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ് എന്നുള്ള നിലയിലേക്ക് അവർ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുകയും ചെയ്തു. ഞാൻ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് ഈ ഗംഗയിലും യമുനയിലും നളാനദിയിലും ഒരുപാട് വെള്ളമെല്ലാം ഒഴുകിപ്പോയതിന് ശേഷമാണെങ്കിലും നമ്മളിപ്പോഴും പഴയ കാലത്ത് നിങ്ങൾ അങ്ങനെ നിന്നില്ലേ, പഴയ കാലത്ത് നിങ്ങൾ ഇങ്ങനെ നിന്നില്ലേ എന്നൊക്കെ ഉള്ള പല കാര്യത്തിൻ്റെ നമ്മൾ വക്കീലന്മാർ കൂടിയാണല്ലോ. ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് അസിതയ്ക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഈ കാര്യത്തിൻ്റെ. വളരെ ചെറിയ കുട്ടിയായിരിക്കും, 75 ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ 3 75 ജനിച്ചവരാണല്ലോ. ഞാൻ അന്ന് വിദ്യാർത്ഥിയും കൂടിയാണ്. ഞാനും ശ്രീ കൃഷ്ണദാസും അഭിഭാഷകർ കൂടിയാണല്ലോ. നമ്മൾ പറയുമല്ലോ ഇറ്റ്സ് എ നോബിൾ പ്രൊഫഷൻ, ഗ്രേറ്റ് പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുപ്രീം കോടതിയിൽ അവിടെ ഈ അഭിഭാഷകരുടെ സംഘടനയുടേതായിട്ടുള്ള എല്ലാ വക്കീലന്മാരുടെയും ചേർന്നുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയമല്ല, അവരുടേതായ ഓഫീസുണ്ടായിരുന്നു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് വെച്ചാൽ സ്റ്റേഷൻ നമ്മുടെ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പോയിട്ട് സുപ്രീം കോടതിക്കകത്ത് പോയി ഇത് പൂട്ടി താക്കോൽ കൊടുത്ത് കീശയിലിട്ട് പുള്ളി അങ്ങ് പോയി. ഒരു വക്കീലും ഉണ്ടായിരുന്നല്ലോ ഇത് ചോദിക്കാനും പറയാനും ഒന്നും. ഇതെല്ലാം കഴിഞ്ഞ് അടിയന്തരാവസ്ഥക്കാലം പിൻവലിക്കപ്പെട്ടതിന് ശേഷമാണ്, ഭരണമാറ്റം ഉണ്ടായതിന് ശേഷമാണ് പിന്നീട് വക്കീലന്മാർക്ക് ഈ പൂട്ടൊന്ന് തുറക്കാനുള്ള ധൈര്യം ഉണ്ടായത്. അതുകൂടി നമ്മൾ ഓർക്കണം. അക്കാലത്ത് കേരളത്തിൽ നിന്നൊരു കുട്ടി ഒരു റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു വിദ്യാർത്ഥി അപ്രത്യക്ഷമായി എന്നേക്കുമായിട്ട്. രാജൻ്റെ കേസ് ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാവരും പഠിക്കുന്ന. അത് ചരിത്രത്തിൽ നമുക്കുള്ളതായതുകൊണ്ടും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതായതുകൊണ്ടും സമയപരിമിതി കൊണ്ടും ഞാൻ ഇടപെടുന്നു. വളരെ നന്ദി ഡോക്ടറെ. സമ്പത്ത്, പ്രൊഫസർ റോണി കെ ബേബി, P. കൃഷ്ണദാസ്, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.